കാവലായി ഭാഗം 5. പിറ്റേന്ന് രാവിലെ വളരെ ഉത്സാഹത്തോടെ എഴുന്നേറ്റ് കൊണ്ടവൾ പണിയൊക്കെ വേഗം തീർത്തു. രാവിലേക്കും ഉച്ചയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണവുമൊക്കെ വേഗത്തിൽ തയ്യാറാക്കിയ ശേഷം അവൾ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് മനയ്ക്കലേക്ക് നടന്നു. അവനെ കാണണമെന്നുള്ള ചിന്തയിൽ അവളുടെ ഹൃദയം വല്ലാതെ തുടികൊട്ടുന്നുണ്ടായിരുന്നു. ഉയർന്നു വരുന്ന ഹൃദയമിടിപ്പ് കുറയ്ക്കാനാവാതെ വിറച്ചു കൊണ്ടവൾ അവിടേക്ക് കയറി. എന്നാൽ മുന്നിലുള്ള പൂട്ടിയ നിലയിൽ കിടക്കുന്ന വാതിൽ കണ്ടപ്പോൾ അവളുടെ കാലുകൾ ഒരു നിമിഷം നിശ്ചലമായി. ആ വലിയ വീടിൻ്റെ 4 ഭാഗത്തും ഓടി നടന്നവൾ നോക്കിയിട്ടും അവനെ കാണുവാനായില്ല. സങ്കടം കൊണ്ട് അവളുടെ പൂച്ചക്കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. രാവിലെ വരണമെന്ന് ഇന്നലെ പറഞ്ഞതല്ലേ, എന്നിട്ട് ഇപ്പോൾ എന്നെ കൂട്ടാതെ പോയില്ലേ? പരിഭവത്താൽ ചെഞ്ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ടവൾ തിരികെ നടന്നു. അപ്പോഴും അവളുടെ മിഴികൾ പിറകിലേക്ക് തന്നെ നീങ്ങിയിരുന്നു. നടന്ന് കാടിന് നടുവിലെത്തിയപ്പോൾ ഒരു ചൂളമടി ശബ്ദം കേട്ട അവൾ തലയുയർത്തി നോക്കിയപ്പോൾ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. കയ്യിൽ കള്ളുകുപ്പിയുമായി ചോരക്കണ്ണുകളോടെ അവളെ ഒട്ടാകെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുന്ന സുധാകരനെ കണ്ടപ്പോൾ അവളുടെ ഉള്ളം വിറച്ചു. ആഹാ, ആരിത്? തെമ്മാടിച്ചെക്കൻ്റെ പെണ്ണോ? എന്താ ഈ വഴിക്ക്? ഓ, അവനെ കാണാൻ വന്നതാവുമല്ലേ? അവളെ നോക്കി പുച്ഛത്തോടെ സുധാകരൻ പറഞ്ഞു. അപ്പോഴും പേടി കാരണം അനങ്ങാൻ പോലും ആവാതെ നിൽക്കുകയായിരുന്നു അവൾ. ഇനി പറഞ്ഞിട്ടെന്തു കാര്യം? അവൻ രാവിലെ തന്നെ എവിടേക്കോ പോണത് ഞാൻ കണ്ടതാ. കയ്യിലെ കുപ്പി വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് അയാൾ പറയുന്നത് കേട്ട് അവൾ ഞെട്ടലോടെ അയാളെ നോക്കി. എൻ്റെ ഈശ്വരാ, ഭഗവാനെ, ഞാനിനി എന്ത് ചെയ്യും? ഏട്ടൻ പെട്ടെന്നൊന്ന് വന്നാൽ മതിയായിരുന്നു. അവൻ അവൾക്കരികിൽ നടന്നെടുക്കുമ്പോഴും പേടി കാരണം എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ അവിടെ തന്നെ നിന്നുപോയി. നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഇപ്പോൾ ഇവിടെ നീയും ഞാനും മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തും ആവാം, വാ. വഷളൻ ചിരിയോടെ കയ്യിൽ കിടക്കുന്ന ഒഴിഞ്ഞ കുപ്പി റോഡരികിൽ വലിച്ചെറിഞ്ഞു കൊണ്ടയാൾ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. അയാളിൽ നിന്നും കരച്ചിലോടെ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അതിന് ആവുന്നുണ്ടായിരുന്നില്ല. ഈശ്വര, ഭഗവാനെ, എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഇവിടേക്ക് വരണേ. അല്ലേൽ ഇന്നത്തോടെ എൻ്റെ എല്ലാം പോകും. മനസ്സിൽ ഭഗവാനെ വിളിച്ച് അലറിക്കരഞ്ഞു കൊണ്ടവൾ പറഞ്ഞു. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞതും വേറെ ആരുടെയോ ബലിഷ്ഠമായ കൈകൾ വന്നവളെ അയാളിൽ നിന്നും അടർത്തി മാറ്റി. ഞെട്ടിക്കൊണ്ട് അയാളിലേക്ക് നോട്ടം പായിച്ച അവൾ മുന്നിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞുപോയി. ഇതേസമയം സുധാകരനാണേൽ മുന്നിൽ കാലനെ കണ്ട അവസ്ഥയിലുമാണ്. അതിരാവിലെ തന്നെ അഗ്നി ജീപ്പിൽ കയറി പോകുന്നത് കണ്ടുകൊണ്ടാണ് ഈ ഒരു സാഹസത്തിന് മുതിർന്നത്. അവൻ പെട്ടെന്നൊന്നും വരില്ല എന്ന ഉറപ്പുണ്ടായിരുന്നു. ഇന്നിനി തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് അയാൾക്ക് തോന്നി. ഇതേസമയം പേടി കാരണം ആലില പോലെ വിറച്ചുകൊണ്ട് നിൽക്കുന്ന വേദുവിനെ തൻ്റെ പിന്നിലാക്കി നിർത്തിക്കൊണ്ടവൻ സുധാകരന് നേരെ പാഞ്ഞെടുത്തു. അരികിലെത്തിയപ്പോൾ തന്നെ അവൻ്റെ കാലുകൾ അതിശക്തിയിൽ അയാളുടെ നെഞ്ചിലേക്ക് പതിഞ്ഞിരുന്നു. അതിൻ്റെ ആഘാതത്തിൽ തെറിച്ചു വീണ അയാൾക്കരികിൽ ചെന്ന് വീണ്ടും അവൻ അയാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് മൂക്ക് നോക്കി 2 കൊടുത്തു. മൂക്കും പൊത്തിപ്പിടിച്ച് ചുമച്ചുകൊണ്ട് അയാൾ നിലത്ത് തളർന്നിരുന്നു. പന്ന മോനെ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ ഇവളുടെ പിറകെയുള്ള നടത്തം നിർത്താൻ. എന്നിട്ടും നീ പറഞ്ഞാൽ മനസ്സിലാകില്ല അല്ലേ? അടുത്ത് കണ്ട വടിക്കഷ്ണം എടുത്ത് അയാളെ തലങ്ങും വില്ലങ്ങും അടിച്ചുകൊണ്ട് അവൻ അലറി. അയ്യോ, വേണ്ട, എന്നെ ഇനി അടിക്കല്ലേ, ഞാൻ പോയിക്കോളാം. അവൻ്റെ ഓരോ അടിയിലും അലറിക്കരഞ്ഞു കൊണ്ടയാൾ നിലവിളിക്കാൻ തുടങ്ങി. എന്നിട്ടും അയാളുടെ നിലവിളി കേട്ടിട്ട് പോലും അഗ്നി കലി തീരാതെ അടിച്ചുകൊണ്ടിരുന്നു. ഒടുക്കം മുഖത്തും കയ്യിലും നിറയെ ചോരയുമായി അയാൾ ബോധം കെട്ട് നിലത്തേക്ക് വീണപ്പോൾ അവൻ അരിശത്തോടെ വടി നിലത്തേക്കെറിഞ്ഞു. അതൊന്നും കാണാനാവാതെ ഒരു മരത്തിൻ്റെ പിറകിൽ മുഖം പൊത്തിയിരിക്കുന്ന അവൾക്കരികിൽ ചെന്നവൻ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് മനയ്ക്കലേക്ക് നടന്നു. വീടിനകത്തേക്ക് എത്തിയപ്പോൾ അവൻ അവളെ അടുത്തുള്ള കസേരയിൽ കൊണ്ടിരുത്തി. അപ്പോഴും പേടിയും പരിഭ്രമവും കാരണം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ. അവളെ ഒന്ന് നോക്കിക്കൊണ്ടവൻ അകത്തേക്ക് നടന്നു. തിരിച്ചു വരുമ്പോൾ അവൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഇന്നാ, ഇത് കുടിക്ക്. അവൾക്ക് നേരെ അത് നീട്ടിക്കൊണ്ടവൻ പറഞ്ഞപ്പോൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവൾ അത് വാങ്ങി കുടിച്ചു. എല്ലാം ഒന്ന് ഓക്കെ ആയപ്പോൾ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. ഏട്ടൻ എവിടെ പോയതായിരുന്നു? ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പിക്കൊണ്ട് പറയുന്നവളെ അവൻ നോക്കിയിരുന്നു. ഞാനൊന്ന് ടൗണിൽ വരെ പോയതാ. നീ ഇത്ര രാവിലെ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. സോറി. അതുകൊണ്ടല്ലേ ഇന്ന്? സോറി. ക്ഷമാപണം എന്ന പോലെ അവൾക്കരികിൽ ചെന്നിരുന്നു കൊണ്ടവൻ തല കുനിച്ചു. അവൻ്റെ ആ നിൽപ്പ് കണ്ടപ്പോൾ ഏതോ ലോകത്തെന്ന പോലെ വേദു അവൻ്റെ മുഖം 2 കൈകൾ കൊണ്ടും ഉയർത്തിക്കൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഒരു വേള 2 പേരുടെയും കണ്ണുകൾ അടർന്നു മാറാനാവാത്ത വിധം പരസ്പരം കോർത്തു നിന്നുപോയി. പെട്ടെന്ന് എന്തോ ബോധം വന്നതുപോലെ ഒരു പിടച്ചിലോടെ അവൾ അവനിൽ നിന്നും കൈകൾ താഴ്ത്തി അവനെ നോക്കി മനോഹരമായി ചിരിച്ചു. അതൊന്നും സാരമില്ല, എനിക്ക് കാവലായി ഏട്ടനുണ്ടല്ലോ. കുറുമ്പോടെ പറയുന്നവളെ അവനും ഒരു വേള നോക്കി നിന്നുപോയി. അങ്ങനെ വേഗത്തിൽ വീട് മുഴുവൻ അടിച്ചുവാരി വൃത്തിയാക്കി ഉച്ചക്കേക്ക് അവന് വേണ്ടുന്ന ഭക്ഷണവും ആക്കി വെച്ചുകൊണ്ട് അവൾ ഇറങ്ങി. അവൻ വിളിച്ചു വരുത്തിയ ഓട്ടോയിലായിരുന്നു 2 പേരും പോയത്.
ചെറിയൊരു ഓട്ടോ ആയതുകൊണ്ടും വഴി നിറയെ കുണ്ടും കുഴിയും ഉള്ളതിനാലും അവൻ അവളോട് ചേർന്നാണ് ഇരുന്നത്. ആ ഒരു നിമിഷം തന്നെ പ്രണയത്തോടെ നോക്കുന്ന ആ പൂച്ചക്കണ്ണുകൾ ഇടം കണ്ണാലെ കാണുന്നുണ്ടെങ്കിലും അവൻ അത് അവഗണിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. ഹോസ്പിറ്റൽ വരാന്തയിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ചിന്തകൾ പലവിധമായിരുന്നു. ആരാണിവൾ തനിക്ക്? ആരുമല്ല, ഒരു ബന്ധവുമില്ല. എന്നു മുതലോ ശ്രദ്ധിച്ചു തുടങ്ങിയതാണ് ഈ പൂച്ചക്കുട്ടിയെ. അതൊരിക്കലും മിണ്ടാപ്രാണി ആയതുകൊണ്ടല്ല. അന്നു മുതലാണ് ഒരു നീൽക്കണക്കെ അവളെ പിന്തുടരുന്നത്. അങ്ങനെയാണ് പല അപകടങ്ങളിൽ നിന്നും അവളെ രക്ഷിക്കാനായതും. പ്രണയമായിരുന്നു ഈ പൂച്ചപ്പെണ്ണിനോട്, അവളുടെ ഓരോ കുറുമ്പുകളോട്. പക്ഷെ അവളോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ തനിക്ക് ഈ ജന്മം ആവില്ല, വിട്ടുകളയാനും ആവില്ല. ഒരു പൂവിൻ്റെ നൈർമല്യം പോലെയുള്ള ഈ പെൺകുട്ടിയെ തൻ്റെ കുത്തഴിഞ്ഞ ജീവിതത്തിൽ വലിച്ചയക്കുന്നത് എന്തിനെന്ന ചിന്തയാണ് അവളോടുള്ള തൻ്റെ ഇഷ്ടം പറയുന്നതിൽ നിന്നും വിലക്കുന്നത്. ഇനി എന്ത് ചെയ്യും ഞാൻ? തനിക്കരികിൽ ചേർന്നിരുന്ന് ആ വലിയ ഹോസ്പിറ്റലിൽ മുഴുവനും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അത്ഭുതത്തോടെ മിഴികൾ പായിച്ചു നിൽക്കുന്ന അവളെ അവൻ നോക്കിയിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ട് എല്ലാം കഴിഞ്ഞ ശേഷം അവളെ വീട്ടിൽ കൊണ്ടാക്കിക്കൊണ്ട് അവൻ തിരിഞ്ഞു നോക്കാതെ നടന്നു. അപ്പോഴും അവൻ്റെ മനസ്സിൽ പലവിധ തീരുമാനങ്ങളും ഉടലെടുക്കുന്നുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെയും പറയാതെയും പോകുന്നവനെ വേദനയോടെ അവളും നോക്കി നിന്നു. ആ നിമിഷം അരുതാത്തതെന്തോ നടക്കാൻ പോണ പോലെ അവളുടെ ഹൃദയം മിടിക്കുന്നുണ്ടായിരുന്നു.